നമസ്കാരം. ഞാൻ അനിൽ നാഗേന്ദ്രൻ. ആകാശം കടന്ന് സിദ്ദി കൊടിയത്തൂരിന്റെ ഒരു ചലച്ചിത്രം നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ആകാശം കടന്ന് എന്ന പേര് തന്നെ വളരെ അർത്ഥതലങ്ങളുള്ള, കാൽപ്പനിക സൗന്ദര്യമുള്ള ഒരു പേരാണ്. ആ ഗൗരവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രമേയം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടേതാണ്. ഭിന്നശേഷിക്കാരുടെ കഥ സാധാരണഗതിയിൽ പല സിനിമകളിലും വളരെ പ്രസിദ്ധരായിട്ടുള്ള താരങ്ങളും സംവിധായകരും ചെയ്ത ചലച്ചിത്രങ്ങളിൽ പോലും ഇന്ന് ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്ന തരത്തിൽ അവരെ അപഹസിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ പരിമിതികളെ പരിഹസിച്ചുകൊണ്ടും ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളതിന് പ്രതീക്ഷിക്കാത്ത തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ പോലും മുന്നിൽ അവര് അപഹാസ്യരാകുന്ന തരത്തിൽ അവരുടെ വേദനകളെ ഒളിപ്പിച്ചുകൊണ്ട് അവര് മടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അവർ സങ്കടപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ, വർഷങ്ങൾ മലയാളത്തിൽ സിനിമകളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം ഇന്ന് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ പൊതുസമൂഹവും അധികാരികളും ഇതുപോലുള്ള സിദ്ദി കൊടിയത്തൂരിനെ പോലുള്ള ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് വളരെ വളരെ ആശ്വാസകരമാണ്. പണ്ട് ബസ്സിലും അല്ലെ പൊതുവിടങ്ങളിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ പോലും ഒരു വികലാംഗർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഉണ്ടായിരുന്നത്. വികലമായ അംഗങ്ങളോട് കൂടിയവർ. അംഗവൈകല്യത്തെക്കുറിച്ച് തന്നെയാണ്. ആ വൈകല്യം എന്നുള്ള വാക്ക് മാറ്റി ഇന്ന് അംഗപരിമിതരായി ഭിന്നശേഷിക്കാരായി അവര് മാറുന്നു. അവരെ കൂടുതൽ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സമയത്ത് ഇവരുടെയൊക്കെ ശരിയായിട്ടുള്ള അവരുടെ വേദനകളും പ്രശ്നങ്ങളും തിരിച്ചറിയാതെ പോയ സമയത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് ഞാനും. എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് ഭിന്നശേഷിക്കാര്, എന്റെ ബന്ധുമിത്രാദികൾ ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ സിനിമയോട് അല്ലെ സിനിമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒരു അംഗത്തിന് പരിമിതമായ അല്ലെങ്കിൽ കുഴപ്പമുള്ളവർ എന്നുള്ള തരത്തിൽ നമ്മൾ അവർ വേർതിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസാക്ഷി കൊണ്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ ശേഷി ശാരീരികമായ ഭിന്നശേഷി മാത്രമാണ്. പക്ഷെ മാനസികമായി, ധാർമ്മികമായി ഭിന്നശേഷിക്കാർ ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന നമ്മളെല്ലാമാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കപ്പുറം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഞങ്ങളുടെ എല്ലാം അംഗം, നമ്മുടെ എല്ലാം ശരീരം എല്ലാം സമൃദ്ധമാണ്, സമ്പന്നമാണ്, അല്ലെങ്കിൽ പൂർണ്ണമാണെന്ന് ധരിച്ചിരിക്കുന്നവരാണ് യഥാർത്ഥ ഭിന്നശേഷിക്കാരെന്ന് നമുക്ക് ധാർമ്മികമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നല്ല ശരീരം, ആരോഗ്യമുള്ള ശരീരവുമായി എന്താണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് പുതുതലമുറ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഇന്ന് പലരും ഡ്രഗ്സിന്, MDMA പോലുള്ള ഡ്രഗ്സിന് അടിമപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച്, കുടുംബം നശിപ്പിച്ച്, സമൂഹത്തിൽ ശല്യങ്ങൾ ഉണ്ടാക്കി ക്രിമിനൽ വൽക്കരണം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ അവരുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടി അവർ അശ്രാന്തമായി പരിശ്രമിക്കുന്നു. അവരുടെ ഉത്സാഹശീലം നഷ്ടപ്പെടുത്താതെ സ്ഥിരോത്സാഹത്തോടുകൂടി അവർ കർമ്മനിരതരാകുന്നു. അവരുടെ പ്രവൃത്തി വഴി എത്രയോ കാര്യങ്ങൾ, കലാകാരന്മാരാകട്ടെ, സാങ്കേതികമായിട്ടുള്ള നിർമ്മിതികളിൽ കഴിവുള്ളവരാകട്ടെ, ചിത്രം വരയ്ക്കുന്നവരാകട്ടെ, അവരുടെ കൈകളില്ലാത്തവർ കാൽ കൊണ്ട് അവർ ബ്രഷ് വെച്ചിട്ട് ചിത്രം വരയ്ക്കുന്നു. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്, നിരവധി കാര്യങ്ങൾ. അപ്പൊ അവരുടെ ഭിന്നശേഷി അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ തിരിച്ചറിവ് കൊണ്ട് അതിന് പോസിറ്റീവായി എടുത്തുകൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളെ മനസ്സിന് ഉപയോഗപ്പെടുത്തി സമൂഹത്തിനും അവർക്ക് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ സന്നദ്ധരായിരിക്കുമ്പോൾ നല്ല ശരീരമുണ്ടെന്ന് അഹങ്കരിക്കുന്നവർ സമൂഹത്തിന് ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഈ രണ്ടും ചേർത്ത് വെച്ച് വായിക്കണം. ഇതിൽ ധാർമ്മികത എവിടെയാണ്? ആ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ ഇന്ന് സമൂഹത്തിന്റെ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഈ ആകാശം കടന്ന് നന്മകളോടെ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്ന ഈ ഭിന്നശേഷിക്കാരെ, അവരുടെ സമൂഹത്തെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. സിദ്ദി കൊടിയത്തൂരിനും സഹപ്രവർത്തകർക്കും ടീമിനും അഭിനയിച്ചവർക്കും എല്ലാം
എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ചിത്രം കാണാൻ കാത്തിരിക്കുന്നു. ആ ചിത്രം കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.